ഇവോൾവിംഗ് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉപയോഗിക്കുന്ന സബ് ടൈറ്റിലിൻ്റെ ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ലുക്ക് ഉണ്ടല്ലോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആർക്കും തന്നെ അറിയാത്ത ലുക്കാണ്. 2015 അവസാനമായിട്ട് ഞാൻ താടി പഠിച്ചത്. അങ്ങനെ ഇന്നലെ വീണ്ടും താടി പഠിച്ചു. ഒന്നുമില്ല, ഒരു അബദ്ധം പറ്റിയാണ്. അതിൻ്റെ ശേഷം ഇന്ന് രാവിലെ കാണുന്ന ആൾക്കാരൊക്കെ ചിരിക്കണമുണ്ട്, എനിക്കും ചിരി വരുന്നുണ്ട്, ഇല്ല എന്നല്ല. സോ കുറച്ച് ദിവസമെങ്കിലും ഈ ലുക്കിലായിരിക്കും. പിന്നെ ഈ ലുക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇരുന്ന് സംസാരിക്കുമ്പം എനിക്ക് തന്നെ ക്യാമറയ്ക്ക് നോക്കുമ്പം ഒരു ചിരി വരും. അപ്പോൾ ആ ചളിപ്പ് ഒഴിവാക്കാനാണ് ഞാൻ ആദ്യം തന്നെ ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. AI കാലമാണ്. AI നമ്മുടെ ലൈഫിലൊക്കെ എങ്ങനെയുള്ള ചേഞ്ചാണോ, ഏത് ചേഞ്ചാണോ കൊണ്ടുവരാൻ നമുക്ക് ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. ഏകദേശം ഒരു വർഷം കഴിഞ്ഞാലാണ് നമ്മളെ ഇലക്ട്രോണിക്സ് ടെക് മേഖലകളിൽ AI എന്തൊക്കെ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 100% അറിവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ സബ് ടൈറ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത്, മുമ്പൊക്കെ 2021-22 സമയത്ത് ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനൊക്കെ അനുഭവിച്ച കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ നമ്മൾ സബ് ടൈറ്റിൽ ഉപയോഗിക്കുന്നത് അതിന് നമ്മളെ യൂട്യൂബിൻ്റെ മുമ്പിൽ ഇരുന്ന് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് അടിച്ച് കയറണം. അപ്പോൾ ഏകദേശം ഒരു 1-1.5 മണിക്കൂറൊക്കെ ശരിക്കും ഒരു കണ്ടൻറ്റിൻ്റെ സബ് ടൈറ്റിൽ നമുക്ക് അതിലേക്ക് അടിച്ച് കയറ്റാൻ സമയമെടുക്കും. അതിന് ശേഷം കഴിഞ്ഞൊരു വർഷമായിട്ട് ഒരുപാട് ആപ്പുകൾ വന്നു. ആപ്പിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാലും ഏകദേശം ഒരു മണിക്കൂറോളം വീണ്ടും, അല്ലെങ്കിൽ ഒരു 70-75% ആയിരിക്കും അതിൻ്റെ ഒരു റേറ്റ് നമ്മൾ മലയാള ഭാഷ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന സമയത്ത്. അതിനുശേഷം ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. എനിക്ക് മടിയാണ്. അപ്പോൾ എന്നോട് പക്ഷേ പല ആൾക്കാരും ചോദിക്കും, നമ്മളെ ഭാഷ സംസാരിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ സബ് ടൈറ്റിൽ. നേരെ മറിച്ച് നമ്മളറിയാത്ത ഒരു ഗ്രൂപ്പിലേക്ക് എനിക്ക് തോന്നുന്നില്ല സബ് ടൈറ്റിൽ വെച്ചിട്ടും നമ്മളെ വീഡിയോ എത്തിക്കാൻ പറ്റുന്നത്. കാരണം നമ്മളറിയാത്ത ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കണ്ടൻറ്റുകളായാലും ഏത് കണ്ടൻ്റ് ആയാലും അവർക്ക് അത്രത്തോളം അവരെ ഭാഷയിൽ തന്നെ ഒരുപാട് പേര് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ വൈ ദേ ചൂസ് അസ് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഭാഷ സംസാരിക്കാത്ത ആളുകളിലേക്ക് നിങ്ങളെ കണ്ടൻറ്റ് എത്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾ സബ് ടൈറ്റിലിൻ്റെ ആപ്പ് വല്ലതും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റെക്കമെൻഡബിളായ ഒരു ആപ്പ്, അത്തരത്തിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. ഞാൻ ട്രൈ ചെയ്ത് എനിക്കിഷ്ടം തോന്നിയ ഒരു ആപ്പാണ് വീഡ് എന്ന് പറഞ്ഞ ഈ സബ് ടൈറ്റിലിൻ്റെ ആപ്പ്. അപ്പോൾ ഇതിലൊന്നുമില്ല, നമ്മൾ ഏതാണോ നമ്മളെ കണ്ടൻറ്റ്, നമ്മൾ റെഡിയായ കണ്ടൻറ്റ് അതിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്യുക. അതിന് ഈ ഒരു ചാർജ് വരുന്നുണ്ട് മന്ത്ലി. ഇന്ത്യൻ റുപ്പീസിലാണ് ഞാൻ ചാർജ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ആപ്പിൾ ഐ ഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആപ്പിൾ ഐ ഡി ഞാൻ കൺട്രി ഇന്ത്യ ആക്കി. ആൻഡ്രോയിഡിൽ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്കണം കേട്ടോ. ആപ്പിളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ മണിയിൽ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദിർഹംസ് ഏറ്റവും ഇവിടെ യുഎയിലുള്ള ദിർഹംസ് ആയിട്ട് നോക്കുമ്പോൾ ഒന്നുകൂടി ലാഭമാണത്. അതുകൊണ്ട് ഈ ഒരു ആപ്പിലേക്ക് നിങ്ങളെ കണ്ടൻറ്റ് ജസ്റ്റ് അങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സബ് ടൈറ്റിൽ ചെയ്ത് തരും. അപ്പം മുമ്പത്തെ 2021-22 സമയം, അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തെ ആ 70-75 റേറ്റിൻ്റെ ഇതും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 99.99% അതിൽ സക്സസ് റേറ്റ് ആണ്. കാരണം അതിലാകെ അവർ മിസ്റ്റേക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ, സ്ഥലങ്ങൾ. അതിൽ ഉദാഹരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സന്തോഷ് കുളങ്ങര സാറ് എന്ന് പറഞ്ഞ അതിൽ ചെറിയ മിസ്റ്റേക്ക് കണ്ടു. പക്ഷെ അത് ആൾക്കാരെ പേരാണല്ലോ, അത് നമുക്കൊരു ആപ്പിന് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ബാക്കിയുള്ളതൊക്കെ ഏകദേശം അത്തരത്തിൽ തന്നെ നമുക്ക് കറക്റ്റ് സബ് ടൈറ്റിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഭാഷ അറിയാത്ത നിങ്ങളറിയുന്ന ആളുകൾക്ക് നിങ്ങളെ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആപ്പാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവോൾവിംഗ് ആസ് എ ബ്ലോഗറിൽ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.